PSC ഇൻഫിനിറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, VFA, ബെഫ്കോ LD തുടങ്ങി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ്. നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? വിശ്വേശ്വരയ്യ. വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ്? PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ്. അഞ്ചാമത്തെ ചോദ്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആറാമത്തെ ചോദ്യം, നികുതി, ധനവിനിയോഗം, കടമെടുക്കൽ എന്നിവയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ നയം ഏതാണ്? ധനനയം അഥവാ ഫിസിക്കൽ പോളിസി. നികുതി, ധനവിനിയോഗം, കടമെടുക്കൽ എന്നിവയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ നയമാണ് ധനനയം. ഏഴാമത്തെ ചോദ്യം, അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത്. എട്ടാമത്തെ ചോദ്യം, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1896. 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഒമ്പതാമത്തെ ചോദ്യം, പുലയൻ മത്തായി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനാണ് പുലയൻ മത്തായി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. പത്താമത്തെ ചോദ്യം, ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോന്നയ്ക്കൽ. ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. 11ാമത്തെ ചോദ്യം, ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താനാണ് ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത്. 12ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ. 13ാമത്തെ ചോദ്യം, റാവു സാഹിബ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് റാവു സാഹിബ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 14ാമത്തെ ചോദ്യം, ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ശാഖ കോഴിക്കോട് ആരംഭിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ശാഖ കോഴിക്കോട് ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം. 15ാമത്തെ ചോദ്യം, 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആനന്ദതീർത്ഥൻ. ആനന്ദതീർത്ഥനാണ് 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചത്. 16ാമത്തെ ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം? 1741 ആഗസ്റ്റ് 10. 1741 ആഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. 17ാമത്തെ ചോദ്യം, മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം ഏതാണ്? 1766 രണ്ടാം തൃപ്പടിദാനം നടന്നത്. രണ്ടാം തൃപ്പടിദാനം നടന്നത് 1766. 19ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. 20ാമത്തെ ചോദ്യം, ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ്
ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത്? 21-ാമത്തെ ചോദ്യം. ബ്രിട്ടീഷുകാർ 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ഏതാണ്? 1695. 1695 ബ്രിട്ടീഷുകാർ 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. 22-ാമത്തെ ചോദ്യം. 1697 നടന്ന 5 തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുകൊണ്ട്. 1697 നടന്ന 5 തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണമാണ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. 23-ാമത്തെ ചോദ്യം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? 1721 ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. 24-ാമത്തെ ചോദ്യം. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം ഏതാണ്? AD 1599. AD 1599 ഉദയം പേരൂർ സുന്നഹദോസ് നടന്നത്. 25-ാമത്തെ ചോദ്യം. കൂനൻ കുരിശ് സത്യം നടന്ന വർഷം ഏതാണ്? 1653 ജനുവരി 3. 1653 ജനുവരി 3 കൂനൻ കുരിശ് സത്യം നടന്നത്. 26-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിച്ചത്. 27-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്. ചണ്ഡീഗഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം. 28-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരമാണ് ജാംഷഡ്പൂർ. ജാംഷഡ്പൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം. 29. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത്. 30-ാമത്തെ ചോദ്യം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം. 31-ാമത്തെ ചോദ്യം. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. 32-ാമത്തെ ചോദ്യം. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം. 33-ാമത്തെ ചോദ്യം. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതെന്നാണ്? 1891 ജനുവരി 1. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. 34-ാമത്തെ ചോദ്യം. മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം എന്താണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്കാണ് എന്നതാണ് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം. 35-ാമത്തെ ചോദ്യം. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ടി രാമറാവു. ടി രാമറാവുവാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നത്. 36-ാമത്തെ ചോദ്യം. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതെന്നാണ്? 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. 37-ാമത്തെ ചോദ്യം. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ദിവാൻ ശങ്കര സുബ്ബയ്യ. ശങ്കര സുബ്ബയ്യയായിരുന്നു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നത്. 39-ാമത്തെ ചോദ്യം. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചതാരാണ്? കെ മാധവൻ നായർ. കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത്. 40-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം.
വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം. 41 ചോദ്യം. അയിത്തത്തിന് എതിരായി കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ടി കെ മാധവൻ. ടി കെ മാധവനാണ് അയിത്തത്തിനെതിരായി കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്. 42 ചോദ്യം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1924 മാർച്ച് 30. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 43 ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. 44 ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1931 നവംബർ 1. 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. 44 ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ KPCC സമ്മേളനം ഏതാണ്? വടകര സമ്മേളനം. വടകര സമ്മേളനത്തിൽ വെച്ചാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയത്. 45 ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും. 46 ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? കെ കേളപ്പൻ. അദ്ദേഹം 1932 സെപ്റ്റംബർ 21-നാണ് നിരാഹാരം ആരംഭിച്ചത്. 47 ചോദ്യം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത് എന്നാണ്? 1932 ഒക്ടോബർ 2. 1932 ഒക്ടോബർ 2-നാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത്. 48 ചോദ്യം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? 1932. 1932-ലാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത്. 49 ചോദ്യം. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? സംയുക്ത രാഷ്ട്രീയ സമിതി. സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന. 50 ചോദ്യം. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭമാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായത്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.